സുഹൃത്തുക്കളെ, എന്തെങ്കിലും തരത്തിൽ നമ്മുടെ കേരളത്തിൽ വല്ല കുരുത്തക്കേടും നടക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിട്ടില്ലെങ്കിൽ തീരെ സമാധാനം ഉണ്ടാവില്ല. ശശികല ടീച്ചറാണ് ഇന്ന് എൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം. അയമ്മ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 10-24 മണിക്കൂർക്ക് മുമ്പാണ് ഈ ഒരു പോസ്റ്റ് ഉള്ളത്. ഇങ്ങനെയാണ്: മിണ്ടല്ലേ, കേരളത്തെ അപമാനിക്കരുത്, അറസ്റ്റിനെതിരെ പ്രതികരിക്കാം, പക്ഷേ അറസ്റ്റ് മതസൗഹാർദ്ദം തകർക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. എന്തടവേ ഇങ്ങനെ മതസൗഹാർദ്ദം തകർക്കുന്ന ഒരു അറസ്റ്റ് എന്താണ് എന്ന് നോക്കിയ സമയത്ത് ഞാൻ കണ്ടത് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് സൈഡിൽ കാണാൻ കഴിയും: വിവാഹ വാഗ്ദാനം നൽകി പീഡനം, ജിം ട്രെയിനർ അറസ്റ്റിൽ, ഒരേ സമയം വലയിലാക്കിയത് 2 യുവതികളെ, പിടിയിലായ ചേർപ്പുകാരൻ അജ്മൽ, സമാന കേസിൽ മുൻപും പ്രതി. ഈ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടാണ് ശശികല ടീച്ചർ എന്ന് പറയുന്ന കേരളത്തിലെ ഹിന്ദുക്കളെ മുഴുവൻ ഒരുമിപ്പിക്കാൻ നടക്കുന്ന അയമ്മ ഒരു പോസ്റ്റ് ഇട്ടുള്ളത്. ഇതിനെപ്പറ്റി മിണ്ടരുത്, കേരളത്തെ അപമാനിക്കലായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊരല്പം സർക്കാസ്റ്റിക് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേസിൽ അകപ്പെട്ടിരിക്കുന്നത് ഒരു മുസ്ലിമാണ്. ഇപ്പൊ മുസ്ലിങ്ങളെ മുഴുവൻ എല്ലാവരും പുകഴ്ത്തി പാടി നടക്കുന്ന സമയല്ലേ. അപ്പൊ ഈ സമയത്ത് ഇങ്ങനെ ജിമ്മൊക്കെ നടത്തുന്ന ഒരുവൻ അവിടേക്ക് ജിമ്മിന് വേണ്ടിയിട്ടൊക്കെ ട്രെയിനിങ്ങിനൊക്കെ വേണ്ടി വന്ന പെൺകുട്ടികളെ 2 പേരെയാണ് ഒരേ സമയം പീഡിപ്പിച്ചത്. അപ്പൊ ഇവനെ പറ്റി ആരും മിണ്ടരുത്, ഇവനെ പറ്റിയിട്ട് കേസൊന്നും മിണ്ടരുത്, ഇവനെ പറ്റിയിട്ട് ആരും യൂട്യൂബിൽ ഒന്നും മിണ്ടരുത് എന്ന രീതിയിലേക്കാണ് ടീച്ചർ പറയാൻ ശ്രമിക്കുന്നത്. ഇത് നമ്മൾ നോക്കുമ്പോൾ ശരിയാണ്. കേരളത്തില് ഇതൊന്നും എന്താ ചർച്ച ചെയ്യപ്പെടാത്ത? മുസ്ലിം അതിഭീകരമായ രീതിയിൽ ഇങ്ങനെ പെൺകുട്ടികളൊക്കെ പീഡിപ്പിക്കുന്നുണ്ടല്ലോ, ഇതും ചർച്ചയാക്കേണ്ടതല്ലേ എന്ന് ഈ ഒരു പോസ്റ്റ് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും തോന്നും. ഒരു കുഴപ്പമില്ല, നമുക്ക് എല്ലാവർക്കും തോന്നും ടീച്ചർ പറയുന്നൊക്കെ ശരിയാണ്, അവനെ പറ്റിയിട്ട് ഒന്നും മിണ്ടുന്നില്ല. പക്ഷെ ടീച്ചർക്ക് ചെറിയ അബദ്ധം പറ്റിയിട്ടുണ്ട്. അബദ്ധം എന്താ വെച്ച് കഴിഞ്ഞാല്, ടീച്ചർക്ക് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നമ്മുടെ ഈ ഒരു ടീച്ചറുടെ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് നിങ്ങൾ നമുക്കൊന്ന് കയറി നോക്കണം. മലയാളത്തിൽ ശശികല ടീച്ചർ എന്ന് അടിക്കണം കേട്ടോ, മലയാളത്തിൽ. അപ്പൊ ഈസി ആയിട്ട് നിങ്ങൾക്ക് അത് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഫേസ്ബുക്ക് അവരുടെ ID കാണാൻ സാധിക്കും. അതിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ അതില് ഏറെ കാലമായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളെയും നമ്മുടെ കേരളത്തെയും അപമാനിക്കുക എന്നുള്ളതാണ്. കേരളം ചെയ്യുന്ന എന്ത് നല്ല പ്രവൃത്തിയും അത് മോശമാണെന്ന് ചിത്രീകരിക്കുക. കേരള സ്റ്റോറി 2 എന്ന് പറഞ്ഞ സിനിമയില് അത് സത്യസന്ധമായിട്ടുള്ള സിനിമയാണെന്നൊക്കെ പ്രചരിപ്പിക്കുക. പിണറായി വിജയൻ എന്തോ ഒരു വലിയ മോശം ചങ്ങാതിയാണെന്ന രീതിയിലൊക്കെ പ്രചരിപ്പിക്കുക. ഇതൊക്കെ തന്നെയാണ് ശശികല ടീച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നിലപാടാണ്. ശരി, അത് അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാടാണെന്ന കാര്യത്തിൽ സംശയമില്ല. അവരൊരു തീവ്ര ഇടതുപക്ഷ വിരുദ്ധയായിട്ട് ജീവിക്കുന്ന BJP-കാരിയായിട്ടുള്ള സോക്കോൾഡ് ഹിന്ദുക്കൾക്ക് വേണ്ടി നിരന്തരം എല്ലാ അമ്പലത്തിലും പോയിട്ട് പ്രസംഗിക്കുന്ന, ഇവരൊക്കെ വിളിച്ചുകൊണ്ടുപോയിട്ട് പ്രസംഗിക്കുന്ന ആ അമ്പലത്തിലെ ആൾക്കാർ സംഘികളായിരിക്കുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്തായാലും ഇങ്ങനെയൊക്കെ വിളിച്ചുകൊണ്ട് പ്രസംഗിക്കുന്ന ഒരാളാണ്. കേരളത്തിൽ ഇപ്പൊ പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല. അത്യാവശ്യം വളരെ മാന്യം മര്യാദയ്ക്ക് സമാധാനപരമായിട്ടാണ് ജീവിക്കുന്നത്. ആ ഒരു ജീവിതം തകർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ ഇവർ പരമാവധി നടത്തുന്നുണ്ട്. അത് മുഴുവൻ കേരളത്തിൽ വിവരമുള്ള ജനങ്ങളായതുകൊണ്ട് അതൊക്കെ ഇങ്ങനെ തട്ടിത്തെറിപ്പിച്ച് പോകുന്നു എന്നുള്ളതാണ്. ടീച്ചർ ഇനി മനസ്സിലാക്കേണ്ട കാര്യം, ടീച്ചർ ഇപ്പോൾ ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു മനുഷ്യന്റെ, അവന്റെ പേര് അജ്മൽ എന്നാണ്, ചേർപ്പുകാരനാണ്. അജ്മൽ എന്ന് പറയുന്ന മനുഷ്യന്റെ പോസ്റ്റാണ് ടീച്ചർ ഷെയർ ചെയ്തിട്ട് അവനിതാ പെൺകുട്ടികളൊക്കെ പീഡിപ്പിക്കാൻ നടക്കുന്നു എന്ന പോസ്റ്റ് ഇട്ടത്. കുറച്ചു ദിവസം ഒന്ന് പുറകിലോട്ട് പോവുകയാണെങ്കിൽ, ഇതിപ്പോ മാർച്ചല്ലേ, ഒരു ഫെബ്രുവരി 20 പോവുകയാണെങ്കിൽ വേറൊരു വാർത്ത വന്നായിരുന്നു. എന്തോ ടീച്ചർ അത് കണ്ടില്ല. ടീച്ചർ കാണാത്തതിന്റെ കാരണം ആ വാർത്തയിൽ കുടുങ്ങിയ പയ്യൻ ഒരുപക്ഷെ ലവൻ ഒരു ഹിന്ദു ആയതുകൊണ്ടായിരിക്കാം. വാർത്ത എങ്ങനെയാണ്? ഇതാ കണ്ടോളൂ. ഇനി ഇത് വായിക്കാൻ പ്രയാസമുണ്ട് എങ്കിൽ ചെറുതായിട്ടല്ലേ ഫോട്ടോ എന്റെ സൈഡിൽ കാണുള്ളൂ, ഞാൻ വായിച്ചു തരാം. ഫെബ്രുവരി 2026 20 ഫെബ്രുവരി 2026 20 വന്നാണ്. അധികം സമയമായിട്ടില്ല. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന് പരാതി, വ്ളോഗർ യദു ഗിരീഷ് അറസ്റ്റിൽ. തൊട്ടുമ്പത്തെ ആ പയ്യൻ, എണ്ണെടുത്തിട്ട് ഞാൻ വെറുതെ കമ്പയർ ചെയ്യുന്നില്ല, പീഡനം 1 ആയാലും 2 ആയാലും അത് തെണ്ടിത്തരാണ്. ഇട്ട് പിടയ്ക്കേണ്ട ടീമുകളാണത്, ഇതിനൊക്കെ ഇട്ട് തീർക്കണം. എന്തൊക്കെയായാലും ഇവൻ 2 യുവതികളെയാണെങ്കിൽ ഇവൻ 15 എണ്ണം, 1-2 അല്ല മക്കളെ, 15 സ്ത്രീകളെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന യദു ഗിരീഷ് അറസ്റ്റിൽ. 15 യുവതികളെ പീഡിപ്പിച്ചതായി കണ്ടെത്തൽ.
എനിക്ക് മനസ്സിലാവാത്തത്, ഈ ഒരു പോസ്റ്റ് എന്തേ ടീച്ചർ കണ്ടില്ല, ഈ ഒരു പോസ്റ്റ് എന്തേ ടീച്ചർ കണ്ടില്ല എന്നുള്ളതാണ് എൻ്റെ നീറ്റായിട്ടുള്ള ചോദ്യം. ഇനി അതോ മറുനാടൻ മലയാളിയുടെ വാർത്ത മാത്രമേ ടീച്ചർ ഷെയർ ചെയ്യുള്ളൂന്നുണ്ടോ? നോക്കൂ, നമ്മുടെ ഈ അറസ്റ്റിന്റെ ഇവന്റെ ആ മുസ്ലിം ചെക്കന്റെ അറസ്റ്റ് ഒരു മറുനാടൻ മലയാളിയാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. മറുനാടൻ മലയാളി എന്താണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാലോ, ഒരു ക്രിസംഗി, ഷാജൻ സ്ക്രേ എന്ന് പറയുന്ന ക്രിസംഗി നടത്തുന്ന ഒരു ചാനലാണ് ഇത്. ഇനി ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ, എന്റെ ചാനൽ വേണമെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ നടത്തുന്ന ചാനൽ എന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചീത്ത വിളിക്കാം. പക്ഷെ നമ്മൾ കമ്മ്യൂണിസ്റ്റുകാർ കുറ്റം ചെയ്താൽ നമ്മളത് പറയും. അവരും വല്ല ദണ്ഡിത്തരം ചെയ്തതിന് ഞാനെ വിളിച്ചു പറയുകയും ചെയ്യും. പക്ഷെ ഇന്ന് നമ്മളിപ്പോൾ ഈ സംസാരിച്ചുകൊണ്ട് ഈ സമയത്ത് നമ്മുടെ കേരളത്തിൽ അഭിമാനകരമായിട്ടുള്ളൊരു പദ്ധതി നടപ്പിലാക്കപ്പെടുന്നതാണ്. അതിനെക്കുറിച്ച് ഞാൻ വേറെ വീഡിയോ എന്തായാലും ചെയ്യാൻ കേട്ടോ. കാരണം അത് അഭിമാനകരമായ പദ്ധതി എന്ന് പറയുന്നത് ഈ പിണറായി വിജയൻ കാലത്ത് തന്നെയാണ് അതൊക്കെ നടക്കുന്നെന്നുള്ളതാണ്. ചെറുതായിട്ട് എൻ്റെ പോസ്റ്റ് ഇപ്പുറത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടായിരിക്കും. ശരി, അവിടെ എടുക്കട്ടെ. എനിക്ക് മനസ്സിലാവാത്തത്, ഈ യദു ഗിരീഷ് എന്ന് പറയുന്ന മനുഷ്യന്റെ അറസ്റ്റ്, അവൻ പീഡിപ്പിച്ച ആളുകളെ പറ്റിയിട്ടൊന്നും ടീച്ചർക്ക് എഴുതാൻ പറ്റിയില്ല. എന്നാൽ അതേസമയം തന്നെ ഒരു മുസ്ലിം ചെയ്ത ഒരു കുറ്റത്തെ പെട്ടെന്ന് ടീച്ചർക്ക് കണ്ടെത്താൻ സാധിച്ചു. അതെന്താ അങ്ങനെ? മുസ്ലിങ്ങൾ മാത്രമാണോ നമ്മുടെ കേരളത്തിൽ കുറ്റം ചെയ്യുന്നത്? അതല്ല, നമ്മുടെ കേരളത്തിലെ ജാതി അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ മത അടിസ്ഥാനത്തിലാണോ കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്നത്? അല്ല സുഹൃത്തുക്കളെ, എല്ലാവരും കുറ്റം ചെയ്യുന്നുണ്ട്. അത് ജാതി മതമൊന്നും ഇല്ലാതെ തന്നെ കൃത്യമായിട്ട് ഈ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. എന്നാൽ നമ്മുടെ കേരളത്തിൽ ഒരു പ്രത്യേക രീതിയുണ്ട്. ചില മതത്തിൽപ്പെട്ട ആളുകൾ, ചില ജാതിയിൽപ്പെട്ട ആളുകൾ ചില കുറ്റങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അയ്യോ അവരങ്ങനെ ചെയ്യുവോ എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, തന്ത്രി കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ഒരു മോഷണമോ മറ്റോ നടത്തി കഴിഞ്ഞാൽ അങ്ങനെ നടക്കാൻ സാധ്യതയില്ല, ഇനിയിപ്പോ അങ്ങനെ നടക്കണമെങ്കിൽ നമുക്കൊന്ന് എന്ത് ചെയ്ത് നോക്കാം, നടന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് പ്രശ്നം വെച്ചോക്കാം. അങ്ങനെ പ്രശ്നം വെക്കും. അങ്ങനെ ദേവപ്രശ്നത്തിൽ പറയും, ഓ ദേവി അല്ലെങ്കിൽ ദേവൻ അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു കേസ് നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ദേവി നമ്മുടെ ദേവൻ അങ്ങനെ ചെയ്യിപ്പിച്ചതാണ്, അല്ലാതെ അവൻ മനഃപൂർവ്വം ചെയ്തല്ല. ദേവി ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, അപ്പൊ അതുകൊണ്ട് അത് ബോധ്യപ്പെടുത്താൻ വേണ്ടി അവനെ കൊണ്ട് ചെയ്യിച്ചതാണെന്ന് പറഞ്ഞിട്ട് ലെവനെ രക്ഷപ്പെടുത്തും. ഇമാതിരി ഏർപ്പാടുകൾ നമ്മുടെ നാട്ടിൽ നടക്കുക. അതായത് ഹിന്ദുക്കളിൽ ഇങ്ങനെ ഉയർന്ന ജാതിക്കാരെന്ന് പറയുന്ന ആളുകളൊക്കെ എത്ര വില കുറ്റകൃത്യത്തിൽ ചെയ്യപ്പെട്ടാല് അവർ ചെയ്യില്ല. ഉദാഹരണത്തിന് നമ്പൂരിമാര് കള്ളതും പറയില്ല, നമ്പൂരിമാര് കുറ്റം ചെയ്യില്ല എന്നൊക്കെ പറയാം. പക്ഷെ ഈ അടുത്ത് തന്ത്രി അടക്കം കുടുങ്ങി ജയിലായി വരും നമുക്കറിയാം. ഇതൊക്കെ മഹാകള്ളന്മാരാണെന്ന്. എന്തൊക്കെയായാലും ഇവിടെതാ എൻ്റെ ടീച്ചർ എന്ന് പറയരുത്, എൻ്റെ ടീച്ചർക്ക് എത്ര മാന്യന്മാരായിരുന്നു അറിയാമോ. നല്ല ടീച്ചേഴ്സ് ആയിരുന്നേ. എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സൊക്കെ അടിപൊളിയായിരുന്നു. ഒരു സുനിത ടീച്ചർ എന്ന് പറയുന്നത് ഇംഗ്ലീഷൊക്കെ എന്നെ 8, 9, 10 പഠിപ്പിച്ച ടീച്ചറൊക്കെ ഉണ്ട്. അയ്യോ എന്തൊരു നല്ല ഒരു ടീച്ചറാണെന്നറിയാവോ. ഒരു അമ്മയുടെ രീതിയിലൊക്കെ നമ്മളൊക്കെ നോക്കിയ ഒരാളായിരുന്നു. എന്തായാലും അപ്പോൾ അതിനൊക്കെ ഒപ്പൊക്കെ ഇവരെ കമ്പയർ ചെയ്യുക, അയ്യോ 7 അയലത്ത് ഞാൻ പറഞ്ഞ ടീച്ചറെ അടുത്തൊന്നും ഇവരെത്തൂല. അത് വേറെ കാര്യം. എൻ്റെ ടീച്ചർ വർഗീയവാദി ആയിരുന്നില്ല, സിമ്പിൾ, അത്രയേ ഉള്ളൂ. എന്തായാലും ഇവിടെ ടീച്ചർക്ക് മുസ്ലിങ്ങൾ ചെയ്ത കുറ്റങ്ങളൊക്കെ പെട്ടെന്ന് കാണാൻ കഴിയുന്നു, പക്ഷെ ഹിന്ദുക്കൾ ചെയ്ത കുറ്റങ്ങളൊന്നും കാണാൻ കഴിയുന്നില്ല. അതൊരു പ്രശ്നമാണല്ലോ എന്ന് എനിക്ക് തോന്നിപ്പോയി. അതിന്റെ ഭാഗമായിട്ട് വന്നതാണ്. നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്തു എന്ന് എഴുതണം കേട്ടോ. ബൈ.